Hello friends, welcome back to my channel Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജി ചാപ്റ്റർ 2 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൻ്റെ 4th പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോളൻ ഗ്രെയിൻ, പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്താണ്, പോളൻ ഗ്രെയിനിൽ എങ്ങനെയാണ് മെയിൽ ഗ്യാമറ്റ്സ് ഫോം ചെയ്യുന്നത്, ഇതുകൂടാതെ പോളൻ ഗ്രെയിൻസിൻ്റെ മറ്റ് ചില സ്പെഷ്യാലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ മുകളിൽ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. എല്ലാ വീഡിയോസും കണ്ടില്ലെങ്കിലും ഇതിന് തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത്. സോ അതിൻ്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ആന്തറിനുള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നു. ഇതിനുള്ളിലായിട്ട് മൈക്രോസ്പോർ മദർ സെൽസ് ഓർ പോളൻ മദർ സെൽസ് ഫോം ചെയ്യുന്നു. ഈ പോളൻ മദർ സെൽസിൽ ദാറ്റ് ഈസ് 2n കണ്ടീഷനിലുള്ള പോളൻ മദർ സെൽസിൽ മിയോസിസ് സംഭവിക്കുന്നു. അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നു? മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ പോളൻ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ച് മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൈക്രോസ്പോറോജെനസിസിലൂടെ ഫോം ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു ടെട്രാഡായിട്ട് 4 എണ്ണമുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിനെയാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത്. പിന്നീട് ആന്തോ മെച്ചുറായി കഴിയുമ്പോൾ ഈ മൈക്രോസ്പൊറാഞ്ചിയയിലുള്ള വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്നിരുന്ന മൈക്രോസ്പോർസ് സെപ്പറേറ്റ് ചെയ്ത് ഓരോ മൈക്രോസ്പോറുകളായിട്ട് മാറുന്നു. ഇങ്ങനെ ഈ മൈക്രോസ്പോർ മെച്ചുറായി കഴിയുമ്പോഴാണ് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോളൻ ഗ്രെയിനിനെ കുറിച്ചാണ്. യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന പോളൻ ഗ്രെയിൻസ് സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25 to 50 മൈക്രോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഓരോ പോളൻ ഗ്രെയിനും. ഇനി ഈ പോളൻ ഗ്രെയിൻ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിന് 2 ലെയേർഡ് ആയിട്ടുള്ള വോൾ കാണാൻ പറ്റും. അതായത് ഇതിന് 2 ലെയറിലായിട്ട് വോൾസ് കാണാൻ പറ്റും. അതിൽ പുറമേയുള്ള എക്സ്റ്റേണലി കാണുന്ന വോളിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്. അതിനുള്ളിലായിട്ട് വരുന്ന ദാറ്റ് ഈസ് ഇന്റേണലി കാണുന്ന വോളാണ് ഇൻടൈൻ. നമുക്ക് ആദ്യം ഈ എക്സൈനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എക്സൈൻ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള പുറമേ കാണപ്പെടുന്ന വോളാണ്. ദാറ്റ് ഈസ് ഹാർഡ് ഔട്ടർ ലെയർ കോൾഡ് എക്സൈൻ. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളിനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഈ സ്പോറോപോളിനിൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഈ സ്പോറോപോളിനിന് ഹൈ ടെമ്പറേച്ചർ, അതുപോലെ സ്ട്രോങ് ആസിഡ്സ്, ആൽക്കലി ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇത്തരം ആസിഡ്സ്, ആൽക്കലി, ടെമ്പറേച്ചറിനൊന്നും ഈ സ്പോറോപോളിനിൻ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൂടാതെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എൻസൈമിന് പോലും സ്പോറോപോളിനിൻ എന്ന ഓർഗാനിക് മെറ്റീരിയലിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഓരോ പോളൻ ഗ്രെയിൻ്റെയും ഔട്ടർ കവറിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഈ പോളൻ ഗ്രെയിൻസിൽ സ്പോറോപോളിനിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫോസിൽസ് ഒക്കെ പോലെ വളരെ നല്ല രീതിയിൽ ഈ പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്പോറോപോളിനിൻ എന്ന സ്ട്രോങ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ തന്നെ ഈ എക്സൈൻ ഡിഫറെൻറ്റ് അറേ ഓഫ് പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇമേജസിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് കാണാൻ പറ്റും. ഈ ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റുന്നത് നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ ഔട്ടർ ലെയറിലാണ്, അതായത് എക്സൈനിലായിരിക്കും. ദെർഫോർ ദ എക്സൈൻ എക്സിബിറ്റ്സ് എ ഫാസിനേറ്റിംഗ് അറേ ഓഫ് പാറ്റേൺ ആൻഡ് ഡിസൈൻസ്. ഈ എക്സൈൻ എന്ന ഔട്ടർ ലെയറിൽ നമുക്ക് ചിലയിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഡിപ്രഷൻസ് കാണാൻ പറ്റും. ഇതിനെയാണ് ജേം പോർ എന്ന് പറയുന്നത്. സോ എക്സൈൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലെയർ അല്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജിൽ കണ്ടിന്യൂസ് ലെയർ ആയിട്ടാണ് കൊടുത്തതെങ്കിലും എക്സൈൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലെയർ അല്ല. ഇതിനിടയിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഡിപ്രഷൻസ് അല്ലെങ്കിൽ പ്രോമിനൻറ്റ് അപ്പേർച്ചേഴ്സ് കാണാൻ പറ്റും. അതിനെയാണ് ജേം പോസ് എന്ന് പറയുന്നത്. ഈ ജേം പോസിൽ ഈ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ സ്പോറോപോളിനിൻ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം അതെന്തിനാണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പം
മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഈ പോളൻ ഗ്രെയിനിന്റെ ഇന്നർ വാളാണ്. പോളൻ ഗ്രെയിനിന്റെ ഇന്നർ വാളിനെ ഇൻടൈൻ എന്നാണ് പറയുന്നത്. ഔട്ടർ വാൾ ദാറ്റ് ഈസ് എക്സൈൻ തിക്ക് ആണെങ്കിൽ ഇന്നർ വാൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും. അതുകൂടാതെ തന്നെ കണ്ടിന്യൂസ് ലെയർ ആയിരിക്കും. ഈ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇനി ഇതിനുള്ളിലായിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ പറ്റുന്നത്. പ്ലാസ്മ മെംബ്രെയിനുള്ളിലായിട്ട് സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ഒരു പോളൻ ഗ്രെയിൻ മെച്ചുറായി കഴിയുമ്പം അതിൽ 2 സെൽസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു പോളൻ ഗ്രെയിൻ യങ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം അത് മെച്ചുറായി കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ ഈ കാണുന്ന വലിയ സെല്ലിനെ, ലാർജ് സെല്ലിനെയാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത്. സ്മോൾ ആയിട്ടുള്ള ചെറിയ സെല്ലിനെയാണ് ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വെജിറ്റേറ്റീവ് സെൽ ഈസ് ബിഗർ. ഇറ്റ് ഹാസ് അബൻഡന്റ് ഫുഡ് റിസർവ് ആൻഡ് ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇതിന്റെ സൈറ്റോപ്ലാസം നിറയെ ഫുഡ് റിസർവ് ആയിരിക്കും, ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, ഇറഗുലർലി ഷേപ്ഡ് ആയിരിക്കും. എന്നാൽ ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഈ വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് ജനറേറ്റീവ് സെല്ല് കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റീവ് സെൽ ഈസ് സ്മോൾ ആൻഡ് ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ വെജിറ്റേറ്റീവ് സെൽ. ഇതിന് സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇതിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഡെൻസ് ആയിരിക്കും. തിക്കായിട്ടുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും ഇതിന് കാണാൻ പറ്റുന്നത്. കൂടാതെ ഇതിന് ഡെൻസ് ന്യൂക്ലിയസും കാണാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു പോളൻ ഗ്രെയിനിൽ കാണാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ദാറ്റ് ഈസ് പുറമേ ആയിട്ട് എക്സൈൻ കാണാൻ പറ്റും, അതിനുള്ളിലായിട്ട് ഇൻഡൈൻ കാണാൻ പറ്റും, അതിനുള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ പറ്റും, അതിനുള്ളിലായിട്ട് സൈറ്റോപ്ലാസം കാണാൻ പറ്റും, അതിനുള്ളിലായിട്ട് 2 സെൽസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെൽ ലാർജ് ഇൻ സൈസ് ആയിരിക്കും, ജനറേറ്റീവ് സെൽ സ്മോൾ ഇൻ സൈസ് ആയിരിക്കും വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും. ദാറ്റ് ഈസ് മിയോസിസ് സംഭവിച്ചിട്ടാണ് പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത്. അപ്പം ഇതിനുള്ളിൽ ഫോം ചെയ്യുന്ന ഈ 2 സെൽസും ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. ദാറ്റ് ഈസ് എൻ കണ്ടീഷനിലായിരിക്കും. ഓൾമോസ്റ്റ് 60% ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സിലും ഈ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത്, അതായത് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് ഈ 2 സെൽഡ് സ്റ്റേജിലായിരിക്കും. അതായത് ഒരു ജനറേറ്റീവ് സെല്ലും കാണാൻ പറ്റും, ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണാൻ പറ്റും. എന്നാൽ ബാക്കിയുള്ള സ്പീഷീസിൽ, ദാറ്റ് ഈസ് ഇനി എത്രയാ 40% ഓഫ് ആൻജിയോസ്പേംസിൽ ഈ ജനറേറ്റീവ് സെല്ലിൽ, അതായത് ഈ സ്മോൾ സെല്ലിൽ ഒരു ഡിവിഷൻ കൂടി നടക്കും. ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കൂടി നടന്നിട്ട് ഈ ജനറേറ്റീവ് സെല്ല് 2 സെൽസായിട്ട് മാറും. അപ്പോൾ ടോട്ടൽ എത്രയാ? ഒരു പോളൻ ഗ്രെയിനിൽ 3 സെൽസ് കാണാൻ പറ്റും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ സെല്ലിനെയും പറയുന്ന പേരാണ് മെയിൽ ഗ്യാമറ്റ്. അപ്പം ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് മെയിൽ ഗ്യാമറ്റ്സ് ഫോം ചെയ്യുന്നത്. സോ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസിലും 2 സെൽഡ് സ്റ്റേജിൽ, ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും പോളൻ ഗ്രെയിൻസിന്റെ റിലീസ് നടക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്പീഷീസിൽ 3 സെൽഡ് സ്റ്റേജിലായിരിക്കും പോളൻ ഗ്രെയിൻസിന്റെ റിലീസ് നടക്കുന്നത്. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണാൻ പറ്റും, ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള 2 മെയിൽ ഗ്യാമറ്റ്സും കാണാൻ പറ്റും. ദാറ്റ് ഈസ് in over 60% of angiosperms, pollen grains are shed at this 2-celled stage. In the remaining species, the generative cell divide mitotically to give rise to 2 male gametes before pollen grains are shed. That is 3-cell stage. അപ്പം ഫോം ചെയ്തിട്ടുള്ള 3 സെൽസും എൻ കണ്ടീഷനിലായിരിക്കും. ബിക്കോസ് മിയോസിസ് സംഭവിച്ചിട്ടാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തത്. ദാറ്റ് ഈസ് ഇങ്ങനെ മിയോസിസിലൂടെ ഫോം ചെയ്യുന്ന സെൽസ് എല്ലാം എൻ കണ്ടീഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള എൻ കണ്ടീഷനിലുള്ള സെൽസിൽ പിന്നീട് നടക്കുന്നത് മൈറ്റോസിസ് ആണ്, അതായത് ഇക്വേഷണൽ ഡിവിഷൻ. അപ്പം എൻ കണ്ടീഷനിലുള്ള 3 സെൽസ് ഇവിടെ ഫോം ചെയ്യുന്നു. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗ്യാമറ്റ്സും. ഇനി നമുക്ക് പോളൻ ഗ്രെയിൻസിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും യൂസസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. നമ്മളിൽ ചിലർക്കെങ്കിലും ചില ഫ്ലവേഴ്സ് മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം, തുമ്മലൊക്കെ വരാറുണ്ട്. ചിലർക്ക് ഇച്ചിങ്, അതായത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സിൽ ഫോം ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ്. ഇത് ചില ആൾക്കാരിൽ മൈനർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് തുമ്മലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ പോലെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് കോസ് ചെയ്യുന്നതെങ്കിൽ ചിലരിൽ വളരെ സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ്
Pollen grains of many species cause severe allergic and bronchial applications in some people, often leading to chronic respiratory disorders, asthma, bronchitis, etc. ചിലരിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയിട്ടുള്ള ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് ഈ പോളൻ ഗ്രെയിൻസ് കാരണമാകാറുണ്ട്. ഇങ്ങനെ ഹ്യൂമൻസിൽ പോളൻ അലർജി കോസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇന്ത്യയിൽ കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു. ഇത് പിന്നീട് നമ്മുടെ ഇന്ത്യയിലുള്ള പല ആളുകളിലും പോളൻ അലർജി കോസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. പോളൻസിനെ കൊണ്ട് പ്രോബ്ലംസ് മാത്രമല്ല ചില യൂസസും ഉണ്ട്. അതിലൊന്നാണ് പോളൻ ഗ്രെയിൻസിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലല്ല, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രൊഡക്ട്സ് ടാബ്ലറ്റ്സിൻ്റെയും സിറപ്പിൻ്റെയും ഒക്കെ ഫോമിൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അതായത് പോളൻസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ അത്ലീറ്റ്സിൻ്റെയും അതുപോലെ തന്നെ റേസ് ഹോഴ്സിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പോളൻ വയബിലിറ്റിയെ കുറിച്ചാണ്. അതായത് ഒരു പോളൻ ഗ്രെയിനിന് സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈമിനെയാണ് വയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പോളൻ ഗ്രെയിനിൻ്റെ വയബിലിറ്റി, ഓരോ പോളൻ ഗ്രെയിനിനും എത്ര സമയം വയബിലിറ്റി റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ വയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ചില പ്ലാന്റ്സിൽ, ദാറ്റ് ഈസ് ചില സിറിയൽസിൽ, ചില ധാന്യങ്ങളിൽ പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. അതായത് ആന്തർ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ അത് ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തി ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടന്നിരിക്കണം. ഇതിന് എക്സാമ്പിളാണ് റൈസ്, വീറ്റ് തുടങ്ങിയ സിറിയൽസ്. ദാറ്റ് ഈസ് ഇൻ സം സിറിയൽസ് such as rice and wheat, pollen grains lose viability within 30 minutes of their release. എന്നാൽ റോസേസിയെ, ലെഗുമിനോസെ, സൊളനേസിയെ തുടങ്ങിയ ഫാമിലിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസിന് ഒരുപാട് മാസങ്ങളോളം വയബിൾ ആയിട്ടിരിക്കാൻ പറ്റും. ഇതുകൂടാതെ തന്നെ പോളൻ ഗ്രെയിൻസിന് നമുക്ക് അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ ഒരുപാട് വർഷത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഈ പോളൻ ഗ്രെയിൻസിനെ ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ് പോളൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇത്തരം ബാങ്ക്സിൽ പല വെറൈറ്റി ഓഫ് പോളൻ ഗ്രെയിൻസിനെ ഇപ്പോഴും ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരു പോളൻ ഗ്രെയിനിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം. ഒരു പ്ലാന്റിൽ ഫോം ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ആ പ്ലാന്റിന്റെ മെയിൽ ഗ്യാമറ്റോഫൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ആർക്കിടെക്ചർ, ദാറ്റ് ഈസ് സൈസ്, ഷേപ്പ്, കളേഴ്സ്, ഡിസൈൻസിലുള്ള പോളൻ ഗ്രെയിൻസിനെ കാണാൻ പറ്റും. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. യൂഷ്വലി സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഈ പോളൻ ഗ്രെയിൻസ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 to 50 മൈക്രോമീറ്റേഴ്സ് ആയിരിക്കും. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറാണ്. ഒരു പോളൻ ഗ്രെയിനിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ലെയേർഡ് വാൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഔട്ടർ വാളിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളിനിൻ എന്ന മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോറോപോളിനിന് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എബിലിറ്റി ഉണ്ട്. ഇതുകൂടാതെ തന്നെ ലോകത്ത് ഇപ്പം അറിയാവുന്ന ഒരു എൻസൈമിന് പോലും ഈ സ്പോറോപോളിനിൻ എന്ന ഓർഗാനിക് മെറ്റീരിയലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെയിം സ്ട്രോങ് ആയിട്ടുള്ള ഔട്ടർ വോളാണ് ഓരോ പോളൻ ഗ്രെയിനിനും കാണാൻ പറ്റുന്നത്. ഈ എക്സൈൻ എന്ന ലെയർ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിനിടയിലൊക്കെ ആയിട്ട് ഈ എക്സൈൻ എന്ന വോളിൽ ചില പ്രോമിനന്റ് അപ്പറേച്ചേഴ്സ് കാണാൻ പറ്റും. അതിനെയാണ് ജേം പോഴ്സ് എന്ന് പറയുന്നത്. ഈ ജേം പോഴ്സ് വരുന്ന പ്ലേസസിൽ സ്പോറോപോളിനിൻ ആബ്സെന്റ് ആയിരിക്കും. ഇങ്ങനെ ഈ സ്പോറോപോളിനിൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ പോളൻ ഗ്രെയിൻസും ഈ ഫോസിലൊക്കെ പോലെ വെൽ പ്രിസർവ്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇതിനുള്ളിലായിട്ട് വരുന്ന ഇന്നർ വോൾ ലെയർ ആണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. അത് തിന്നായിരിക്കും, മാത്രമല്ല കണ്ടിന്യൂസ് ലെയർ ആയിരിക്കും. ഈ ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇതിനുള്ളിലായിട്ട് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ പറ്റും. പ്ലാസ്മ മെംബ്രെയിനുള്ളിലായിട്ട് ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽസ് ഫോം ചെയ്യും, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഇതിൽ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് വലുതായിരിക്കും, അബൻഡന്റ് ഫുഡ് റിസർവ്സ് കാണാൻ പറ്റും. ഇത് കൂടാതെ ഇതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഇറഗുലർ ആയിരിക്കും. അടുത്തതാണ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ ഈ വെജിറ്റേറ്റീവ് സെല്ലിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് കാണാൻ പറ്റുന്നത്. ജനറേറ്റീവ് സെൽ
സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ഇതിന് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 60% ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത് ഈ 2 സെൽഡ് സ്റ്റേജിലായിരിക്കും. അതായത് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ ആയിരിക്കുന്ന സ്റ്റേജിലായിരിക്കും ഒരു ആന്തർ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ബാക്കിയുള്ള ആൻജിയോസ്പേംസിൽ ഈ ജനറേറ്റീവ് സെല്ലിൽ മൈറ്റോസിസ് സംഭവിച്ച് 2 സെൽസ് ആയിട്ട് 2 മെയിൽ ഗ്യാമറ്റ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ 40% ഓഫ് പ്ലാന്റ്സിൽ ആന്തർ ഷെഡ് ചെയ്യുന്നത് 3 സെൽഡ് സ്റ്റേജിലായിരിക്കും. ദാറ്റ് ഈസ് ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണാൻ പറ്റും, 2 മെയിൽ ഗ്യാമറ്റ്സും കാണാൻ പറ്റും. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ ഈ പോളൻ ഗ്രെയിൻസിന്റെ കുറച്ച് യൂസസും പോളൻ ഗ്രെയിൻസ് കൊണ്ടുള്ള പ്രോബ്ലംസും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പല സ്പീഷീസിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് പലരിലും അലർജിക് റിയാക്ഷൻസും ഡിസോർഡേഴ്സിനും കാരണമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആസ്മ, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. പോളൻ അലർജി ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. പിന്നീട് പോളൻ ഗ്രെയിൻസിന്റെ കുറച്ച് യൂസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ പല നാടുകളിലും പോളൻ ഗ്രെയിൻസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ ആയിട്ട് പോളൻ ഗ്രെയിൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ പോളൻ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ അത്ലീറ്റ്സിന്റെയും അതുപോലെ റേസ് ഹോഴ്സിന്റെയും ഒക്കെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നും പറയപ്പെടുന്നു. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ ഈ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പോളൻ ഗ്രെയിനിനെ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടത്താൻ പറ്റുന്ന ആ ഒരു ടൈമിനെയാണ് വയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ചില പ്ലാന്റ്സിന്റെ വയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സമയമായിരിക്കും. ഫോർ എക്സാമ്പിൾ സിറിയൽസിൽ വരുന്ന വീറ്റ് ആൻഡ് റൈസ് തുടങ്ങിയ പ്ലാന്റ്സിന്റെ പോളൻ അതിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. എന്നാൽ റോസേസിയെ, ലെഗുമിനോസെ, സൊളനേസിയെ തുടങ്ങിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എന്ന് പറയുന്നത് മാസങ്ങളായിരിക്കും. പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ പോളൻ ഗ്രെയിൻസിനെ എങ്ങനെയാണ് ഒരുപാട് കാലം ഇതിന്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് യൂസ് ചെയ്യുന്നത് പോളൻ ഗ്രെയിൻസിനെ -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ് പോളൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ പോളൻ ഗ്രെയിൻസ് ഡിഫറെന്റ് ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻജിയോസ്പേമിന്റെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റേമന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ദാറ്റ് ഈസ് ആന്തർ. അതുകൂടാതെ തന്നെ ആന്തറിൽ എങ്ങനെയാണ് മൈക്രോസ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നത്, ഈ മൈക്രോസ്പൊറാഞ്ചിയയിൽ എങ്ങനെയാണ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്, ഈ മൈക്രോസ്പോർസ് എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്, എന്താണ് മൈക്രോസ്പോറോജെനസിസ്, ഇതുകൂടാതെ പോളൻ ഗ്രെയിൻസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതേ കാര്യങ്ങളൊക്കെ, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗൈനീഷ്യത്തിൻ്റെ ഓരോ യൂണിറ്റും ആയിട്ടുള്ള പിസ്റ്റിലിൽ എങ്ങനെയാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ ഫോം ചെയ്യുന്നത്, ഈ ഒവ്യൂളിനുള്ളിൽ എങ്ങനെയാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്, എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്, ഈ എംബ്രിയോ സാക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് +2 പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. ഇതുകൂടാതെ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ സ്റ്റഡി ബോട്ടനിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.